കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 2ാം എഡിഷൻ്റെ 3ാം ദിനമായ ഇന്ന് ഏറെ ഗഹനമായ ചർച്ചകൾക്ക് വേദിയായ ഈ വേദിയിൽ അടുത്തതായി കലയുടെ നവലോകം എന്ന വിഷയത്തിൽ നമ്മോട് സംവദിക്കാൻ ശ്രീമതി കവിത ബാലകൃഷ്ണനും അതോടൊപ്പം ഈ സെഷനിൽ മോഡറേറ്ററായി ഡോക്ടർ അപർണയും രണ്ടുപേരെയും ഹൃദയമായി ഈ വേദിയിലേക്കും ഈ പരിപാടിയിലേക്കും സ്വാഗതം ചെയ്യുന്നു. കലയുടെ നവലോകം എന്നുള്ളതാണ് നമ്മുടെ ഈ സെഷനിലെ വിഷയം. കല എന്താണ് എന്ന് നിർവചിക്കാൻ ആവതുള്ള ഒരു ഘടകമല്ല, ഒരു വസ്തുവല്ല, ഒരു അനിർവചനീയമായ ഒരു കോൺസെപ്റ്റാണ് കല എന്ന് തോന്നുന്നു. അതൊരു അല്ലെങ്കിൽ അതിനൊരു വസ്തുനിഷ്ഠ സ്വഭാവമില്ല എന്ന് പറയാം. ആത്മനിഷ്ഠമായി നമുക്ക് ആർക്കും ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് കലയെ നിർവചിക്കാം. അതുകൊണ്ട് തന്നെ കലയുടെ ലോകം എന്ന് പറയുന്നത്, കലയുടെ ചരിത്രം എന്ന് പറയുന്നതും ചരിത്രങ്ങൾ എന്ന് പറയണം എന്ന് ടീച്ചർ തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള കലകൾ, രംഗകലകളാവട്ടെ, ശ്രാവ്യകലകളാവട്ടെ, രേഖാകലകളാവട്ടെ, കലയുടെ ലോകം ഇങ്ങനെ വളരെ വിശാലമായി കിടക്കുകയാണ്. കലാവിമർശനത്തിൽ ഒരു പുതിയ ട്രെൻഡ്, ഒരു പുതിയ രീതിശാസ്ത്രം അവതരിപ്പിച്ച കവിത ടീച്ചറാണ് നമ്മളുടെ മുമ്പിലുള്ളത്. കലയുടെ നവലോകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം തന്നെ ടീച്ചറുടേതായിട്ടുണ്ട്. അപ്പോൾ കലയുടെ നവലോകത്തെക്കുറിച്ച്, സാങ്കേതിക വിദ്യയുടെ ഇപ്പം കഴിഞ്ഞ സെഷൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ നമ്മുടെ സെഷൻ മാറുന്നു എന്നുള്ളത് അതിലൊരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ സെഷൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ ഈ കലയിൽ വന്നിരിക്കുന്ന, കലാവിമർശനത്തിൽ വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങളെക്കുറിച്ച് കവിത ടീച്ചർ നമ്മളോട് വളരെ വിശദമായി സംസാരിക്കും. ആ സംസാരത്തിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ചുള്ള സംശയങ്ങളും കൂട്ടിച്ചേർക്കലുകളും ആവാം. അധികം വൈകുന്നില്ല, നമുക്ക് നേരെ തന്നെ ടീച്ചറിൻ്റെ സെഷനിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. സ്വാഗതം ടീച്ചർ. സന്തോഷം അപർണ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വടകരയിൽ, കുറേ അധികം വർഷങ്ങൾക്ക് മുമ്പ് വടകരയിൽ ഗവൺമെൻറ് സ്കൂളിൽ വളരെ ഭംഗിയായി എൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച 2 കൂട്ടുകാരെ എനിക്കിവിടെ ഓർമ്മയുണ്ട്. ഒന്നിവിടെ പ്രവീൺ ചന്ദ്രൻ മൂടാടി ഇവിടെ വന്നിട്ടുണ്ട്, പിന്നെ ഒരു മുരളി എന്ന സുഹൃത്ത്. അങ്ങനെ അന്ന് ധാരാളം ആളുകൾ വരികയും ചിത്രങ്ങൾ കാണുകയും ഒക്കെ ചെയ്ത് പ്രോത്സാഹിപ്പിച്ചതിൻ്റെ ഒരു ഓർമ്മ വളരെ ചെറിയ കുട്ടിപ്രായത്തിൽ എനിക്കിവിടെ ഉണ്ട്. വർഷങ്ങൾ കഴിഞ്ഞു, വീണ്ടും വടകരയിൽ ഇത്തരം ഒരു പ്രോഗ്രാമായിട്ട് വന്നിരിക്കുകയാണ്. സന്തോഷമുണ്ട്. കടത്തനാട് ഫെസ്റ്റിവലിന് നന്ദി. അപർണ പറഞ്ഞ പോലെ തന്നെ ഇത്ര നേരം കേട്ടിരുന്നതിനോട് ബന്ധപ്പെടുത്തി തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ അവതരണം പോകാൻ നല്ലതായിരിക്കുക. മധുമാഷ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, കല അല്ലെങ്കിൽ സർഗാത്മകത എന്താണ് എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അത് യന്ത്രേതരമായിട്ടുള്ള നിരന്തരം ആവർത്തിക്കാത്ത, എപ്പോഴും പുതിയ ഒന്നായിരിക്കുന്ന, പുതിയ ഒരു സംഗതി ആയിട്ട് സർഗാത്മകതയെ കാണുന്ന ഒരു ശീലം നമുക്കുണ്ട്. നമ്മളൊക്കെ ഞാനും ജനിച്ച് ജീവിച്ച് വളർന്നത് ഈ ഒരു മൂല്യബോധത്തിലാണ്. പക്ഷേ ഞാനിപ്പോൾ ഇരുന്ന് ആലോചിച്ച് നോക്കുമ്പോൾ 20ാം നൂറ്റാണ്ടിൽ ഇവിടെ ഇരിക്കുന്ന മിക്കവർക്കും പരിചയമുള്ള കാര്യങ്ങളിൽ നിന്ന് ഞാൻ പോകട്ടെ. സൈബോർഗുകളെ കുറിച്ച് നമ്മൾ ആരും സൈബോർഗല്ല, നമുക്കൊരു സൈബോർഗ് സുഹൃത്തുമില്ല. അതുകൊണ്ട് തൽക്കാലം ഉള്ള സുഹൃത്തുക്കളിൽ നമുക്കറിയാവുന്ന കലാബോധത്തിൻ്റെ സാധ്യതകളും പരിമിതികളും കുറിച്ച് ഞാൻ തുടങ്ങാം. കല എന്താണ് എന്നുള്ളതിനെ പറ്റി ആലോചിക്കുമ്പോൾ അത് നമ്മൾ ഇത്ര നാളും കരുതിയതുപോലെ കലാകാരൻ്റെ ഒരു ഉത്തരവാദിത്വത്തിൽ, കലാകാരൻ്റെ സ്വാതന്ത്ര്യത്തിൽ, കലാസൃഷ്ടി എന്ന് പറയുന്ന ആ ദിവ്യസ്പർശമേറ്റ വസ്തുവിൽ മാത്രമായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നിരുന്നുവെങ്കിൽ സത്യത്തിൽ പുതിയ കാലം, കലയുടെ നവലോകം അടയാളപ്പെടുത്തുന്നത് കാണിയാണ്. അതാണ് ഞാൻ ആദ്യം മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ്. കാഴ്ച എന്ന് പറയുന്ന ഒരു ആധുനിക മൂല്യം നമുക്ക് ലഭ്യമായതാണ്. സത്യത്തിൽ 19ാം നൂറ്റാണ്ടിലെ ജാതി ഐത്ത ഭരിതമായിട്ടുള്ള സമൂഹത്തിൽ നിന്നും
ഒരു ആധുനിക സമൂഹത്തിലേക്ക് നമ്മൾ കടന്നപ്പോൾ ഒരു കലർപ്പാണ് ഉണ്ടായത്. ആ കലർപ്പിനെ നമ്മൾ മനസ്സിലാക്കിയത് മുഴുവനും കാണാനുള്ള അധികാരം കിട്ടുന്നു എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ്. അതായത് ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് എത്രയോ കിലോമീറ്ററുകൾ അകലെയുള്ള ലണ്ടനിലെ സർവകലാശാലയിൽ നടന്ന വള്ളംകളി മത്സരം ഇന്നിവിടെ ഇരിക്കുന്ന നമുക്ക് എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ആഴ്ചപ്പതിപ്പ് വളരെ വലിയ ബ്ലോ അപ്പ് ചെയ്ത് ഇമേജ് കാണിച്ചിട്ട് അത് ഇന്നതാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ലണ്ടനിലെ ബിഗ് ബെൻ ടവർ നമുക്ക് എന്താണ് കാര്യം? നമ്മൾ ലണ്ടനിൽ പോയിട്ട് പോലും ഇല്ല. അപർണയെ ഞാൻ കാണുന്നതിൽ എനിക്ക് എന്താണ് കാര്യം? അപർണയെ ഞാൻ കണ്ടു കേട്ടോ, പരിചയമില്ലാത്ത ഒരാളെ ഞാൻ കണ്ടു എന്നുള്ളതിന് എന്താണ് പ്രസക്തി? ആ പ്രസക്തി അവിടെ ഉണ്ടാക്കണം. എന്താണ് ആദ്യത്തെ പ്രസക്തി? രമണീയമാണ്, സുന്ദരമാണ്. സൗന്ദര്യം എന്ന് പറഞ്ഞ വാല്യൂ അവിടെ ഉണ്ടാക്കുകയാണ്. കണ്ടു എന്നുള്ളത് മാത്രമല്ല, ഞാനൊരാളെ കണ്ടു, ഫോട്ടോകൾ കളവ് പറയില്ല, അതുകൊണ്ട് ഫോട്ടോഗ്രാഫിലൂടെ കാഴ്ചയെ അടയാളപ്പെടുത്തുന്നു. കണ്ടു എന്നുള്ളതിനർത്ഥം വിശ്വസിച്ചു എന്ന് കൂടിയിട്ടാണ്. അപ്പോൾ കാഴ്ചയുടെ വളരെ വാസ്തവിക മൂല്യം, പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫിലേക്ക് വരുമ്പോൾ ഉള്ള വാസ്തവിക മൂല്യം നമ്മളെ ഭരിക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് സത്യത്തിൽ ആധുനികമായിട്ടുള്ള കലാധാരണകളും നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നിരുന്നത്. അപ്പൊ ഈ ആധുനികമായിട്ടുള്ള കലാധാരണകൾ വന്നപ്പോൾ നമ്മുടെ ചിത്രകലയിൽ എന്താണ് സംഭവിച്ചത്? ഫോട്ടോഗ്രാഫ് ആർട്ടല്ല എന്നാണ് നമ്മൾ പറയാറ്. എന്താണ് ആർട്ടായിരിക്കുക? കൈകൊണ്ട് ചെയ്യുന്നത്, കൈകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നോളം ഇപ്പോഴും നമ്മുടെ ഇടയിലുള്ള പ്രബലമായൊരു വിചാരം പകർത്തും കലയാണ് ചിത്രകല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് റിയലിസമാണ് ഏറ്റവും ഇഷ്ടം. കാരണം അത് നമ്മളെ ചതിക്കില്ല, നമുക്കത് മനസ്സിലാവും, നമുക്കത് അനുഭവിക്കാം, എല്ലാം ചെയ്യാം. ഒരാളെ കാണാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ മൂല്യമായിരിക്കുന്ന ഒരു കാലത്ത് നിന്നും കണ്ടതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ള കാലത്തിലേക്ക് കടക്കാൻ വിസമ്മതിക്കും വിധം കണ്ടതിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ വായനാ തലങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ മെനക്കെടാതിരുന്ന, അങ്ങനെ മെനക്കെടുത്താതിരുന്ന ഒരു മൂല്യമായിരുന്നു സത്യത്തിൽ സർഗാത്മകതയുടേത്. കാരണം അങ്ങനെ ഒന്ന് മെനക്കെട്ടിരുന്നെങ്കിൽ കണ്ടതിനെ വായിക്കാം, വായിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. നമ്മൾ എങ്ങനെയാണ് കണ്ടതിനെ നമ്മൾ വായിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. കാരണം വായന ഭാഷാ പ്രക്രിയയാണെന്നാണ് നമ്മുടെ ധാരണ. വായന, എഴുത്ത്, വരമൊഴി സംസ്കാരം നമ്മുടെ ഇടയിൽ ധാരാളം അച്ചടി മാധ്യമങ്ങളും സാഹിത്യവും ഉണ്ടാക്കി സാഹിത്യ ആവേശിതമായൊരു ലോകത്തിരുന്നു കൊണ്ട് നമ്മൾ കലയെ കാണുമ്പോൾ എഴുത്ത്, സാഹിത്യം, അതിലുള്ള കല മാത്രം അത് വ്യാഖ്യാനാത്മകമാണ്, അതിന് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം. പക്ഷെ കാഴ്ച, നമ്മൾ ഇത്രയും മികച്ച ആധുനിക മൂല്യം നമുക്ക് തന്ന കാഴ്ച, അതിനെ നമ്മൾ വായനക്ഷമമാണ് കാഴ്ച എന്ന് മനസ്സിലാക്കാൻ വിട്ടുപോയി. ഈ വിട്ടുപോവലാണ് സത്യത്തിൽ വർഷങ്ങളോളം നമ്മുടെ മാഗസിനുകളിലെ ചിത്രശേഖരങ്ങൾ ആരും പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസ്കാരത്തിന്റെ രജിസ്റ്ററിലേക്ക്, ബൗദ്ധികമായ മൂലധനത്തിന്റെ രജിസ്റ്ററിലേക്ക് വരവ് വെക്കാതെ തട്ടിക്കളഞ്ഞ് ഒരു ഭാഗത്ത് ഒതുക്കി നമ്മൾ അതിനെ കണ്ടുകൊണ്ടുവന്നു. ചിത്രങ്ങളെ കുറിച്ച് നമ്മളൊന്നും പറയാറില്ല. ഞാൻ ചോദിക്കട്ടെ, ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ഇലസ്ട്രേഷനെ കുറിച്ച് നമ്മൾ എന്നാണ് സംസാരിച്ചു തുടങ്ങിയത്? നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് 90കളിലാ, അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ ആഘോഷിക്കാൻ തുടങ്ങിയത് 2000കളിലാ. അദ്ദേഹത്തിന്റെ 60-ാമത്തെ 70-ാമത്തെ വയസ്സിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. അത്രയും കാലം നമ്മൾ പറയും ആ കഥയ്ക്ക് നമ്പൂതിരി വരച്ചത് അസലായിട്ടുണ്ട് എന്ന് വ്യക്തിബന്ധങ്ങളിൽ പറയും. പക്ഷെ ഇതെങ്ങനെ കലാചരിത്രമാകും എന്ന് നമുക്കറിയില്ല. നമ്മുടെ ഇടയിൽ ആളുകൾക്ക് രണ്ടഭിപ്രായമാണ്. ഇത് നമ്പൂതിരിയുടെ കലയൊന്നും വലിയ കലയായിട്ട് മികച്ച കലാചരിത്രങ്ങളിൽ രേഖപ്പെടുത്താറില്ല. അങ്ങനെ പെടുത്താൻ നമ്മുടെ കയ്യിൽ ടൂളില്ല. കാരണം ഇതൊന്നും സ്വക്ഷേത്ര ബലമുള്ള സ്വതന്ത്രമായി വരച്ച വരകളല്ല. ആർക്കാണ് ഈ സ്വതന്ത്രമാവാനുള്ള മൂല്യമുള്ളത്? സ്വതന്ത്രമാവുക എന്നുള്ളത് മൂല്യം സർഗാത്മകതയുടെ അടിസ്ഥാന മൂല്യമാണ്. സ്വതന്ത്രമാവുക എപ്പോഴാ? യാന്ത്രികമല്ലാതിരിക്കുമ്പോൾ. അപ്പോൾ മധുമാഷ് പറഞ്ഞ പോയിന്റ് ഒരു വളരെ പ്രധാന പോയിന്റാ. അതായത് അവനവന്റെ കൈയിന്റെ സ്പർശം ഉണ്ടാവാത്ത, ആ സ്പർശം ഉള്ളത് കാര്യം മാത്രമേ കലയാവുകയുള്ളൂ. ആ സ്പർശം ഉണ്ടായില്ലെങ്കിൽ കലയാവില്ല എന്നത് ഒരു പുറം. നമ്പൂതിരിയുടെ വരകളെ നമ്മൾ ആസ്വദിച്ചത് അദ്ദേഹത്തിന്റെ കൈയുടെ മാജിക്കിന്റെ ബലത്തിലാണ്, അല്ലാതെ അദ്ദേഹം ഉണ്ടാക്കിയ വിഷ്വലൈസേഷന്റെ ബലത്തിലല്ല, അതിനെ വായനയുടെ ബലത്തിലല്ല നമ്മൾ ആഘോഷിച്ചത്. നമുക്ക് അദ്ദേഹത്തിന്റെ അത്ഭുതകരമായ രേഖാവിന്യാസങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധ ഉടക്കി നിന്നു.
പക്ഷെ നമ്പൂതിരിയും നമ്മളും അടങ്ങുന്ന സമൂഹത്തിന്റെ ചിന്താ പദ്ധതികളുടെ ഒരു പാറ്റേൺ ആണ് സത്യത്തിൽ നമ്പൂതിരിയുടെ സുന്ദരി ചിത്രങ്ങളായിരുന്നത്, നമ്പൂതിരിയുടെ കഥകളി ചിത്രങ്ങളായിരുന്നത്. നമ്പൂതിരി നമുക്ക് തന്ന കാമനാലോകം തന്നെ നമ്മുടെ കാമനകളുടെ പാറ്റേൺ ആണ്, പുതുതായി ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലായില്ല. ഇത് പറഞ്ഞാലോ, ഇത് പറയുന്ന വിമർശ സംസ്കാരം ഇവിടെ ഇല്ല. മാത്രവുമല്ല, ഈ ആശ്രിത കലയെക്കുറിച്ച് എന്തിനാണ് മികച്ച കലയെക്കുറിച്ച് സംസാരിക്കും പോലെ സംസാരിക്കുന്നത്? ഇതൊരു കച്ചവടമല്ലേ? എന്താ, അതായത് സംസ്കാര വ്യവസായത്തിലല്ലേ ഇത് പോയി പങ്കെടുക്കുന്നത്? മികച്ച കലയുടെ ചരിത്രം ഇവിടെ ഒന്നും അല്ലല്ലോ. അതെവിടെയാണ്? ശരി, നമുക്ക് രവിവർമ്മയിലേക്ക് വരാം. മികച്ച കലയുടെ സംസ്കാരം പോയി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ അപകടമാണ്. കാരണം ഈ വളരെ ഇൻഡിവിജ്വേറ്റഡ് ആയിട്ടുള്ള ഒരു ലോകത്ത് നിന്ന് ഉണ്ടായി വന്നതാണ് ഗാലറികളും മ്യൂസിയങ്ങളും ഒക്കെ. ഈ ഗാലറികളുടെയും മ്യൂസിയങ്ങളുടെയും പ്രത്യേകത നമ്മുടെ സമൂഹത്തിൽ അതെന്തോരം പങ്കുവഹിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്കാരം രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ? നെഞ്ചത്ത് കൈവച്ച് ഞാൻ പറയും, തീരെ ഇല്ല. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഗാലറികളും മ്യൂസിയങ്ങളും ഒറ്റയാൾ ചിത്രകാരന്മാരും എത്രമാത്രം പ്രവർത്തിച്ചു എന്ന് ചോദിച്ചാൽ വളരെ കുറച്ചാണ്. അതിൻ്റെ കാരണം എന്താ? വ്യക്തിബദ്ധമായ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ആവേശങ്ങൾക്കും മറ്റേ നമ്മൾ പറഞ്ഞ സർഗാത്മകതയുടെ അമൂല്യതയ്ക്കും ഒക്കെ നിലനിൽക്കണമെങ്കിൽ അത് ശക്തമായി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവണം. അതിലൊന്നാണ് ആർട്ട് ഗാലറി. അത് തീരെ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കലാചരിത്രത്തിൽ ഒരു രാജാ രവിവർമ്മ കഴിഞ്ഞിട്ട് ആ രവിവർമ്മയെ തന്നെ നമ്മൾ പുറത്താക്കിയിട്ടാണ് ആധുനിക ഇന്ത്യൻ കലാചരിത്രം മുന്നോട്ട് പോയത്. കാരണം ഇതൊന്നും പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് ഒരു പുറത്ത് സംസാരിക്കുന്നു. കാരണം എന്താ? ഈ പകർത്തും കലയൊന്നുമല്ല, ഇതിനെ വിട്ടിട്ട് ഹൈലി ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ വേണം, അതേ കലയാകൂ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു കണക്കിന് ഈ പകർത്തും കല മാത്രമല്ല, പകർപ്പെടുക്കൽ മാത്രമല്ല, അതിനപ്പുറത്ത് എന്തോ വായിക്കാനുണ്ട് എന്ന് കാണുന്നത് നല്ലതായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? KCS പണിക്കരെ വായിക്കാൻ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? പണിക്കരെ വായിക്കണമെങ്കിൽ എന്താണ് നമ്മുടെ കയ്യിൽ അടിസ്ഥാനമായിട്ട് ഉണ്ടാവേണ്ട എന്താ പറയുക ഒരു ടൂൾ എന്താണ്? അബ്സ്ട്രാക്ഷന് വേണ്ട ടൂള് നമ്മുടെ ഇടയിൽ എന്താ ഇല്ലാത്തത്? നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള എന്തെങ്കിലും കുറവുകൊണ്ടാണോ? ആണെന്നാണ് പൊതുവേ നമ്മൾ ധരിക്കുന്നത്. ഇവിടെ ഒന്നും കലയ്ക്ക് ഒന്നും കാര്യമില്ല, നമ്മൾ മൈഗ്രേറ്റ് ചെയ്യണമെന്ന് അപ്പം നമ്മൾ കരുതി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രം അങ്ങനെ വ്യക്തികളിൽ ഒതുങ്ങില്ല എന്നുള്ളത് പ്രധാനമാണ്. കലയുടെ ചരിത്രം കലയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന വായനയുടെ പാറ്റേണുകൾ, കാഴ്ചയുടെ പാറ്റേണുകൾ കൊണ്ടാണ് നമ്മൾ സത്യത്തിൽ നിർമ്മിക്കേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ നിർമ്മിച്ചില്ല. അത് നിർമ്മിക്കണം എന്നുള്ള ബോധം നമുക്കുണ്ടായി വരുന്നത് ഒരുപക്ഷെ ഉത്തരാധുനിക കാലഘട്ടത്ത് ഈ നേരത്തെ മധുമാഷൊക്കെ പറഞ്ഞ പോലെ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ പോസ്റ്റ് മോഡേണിസം ഇവിടുത്തെ കലാകാരികൾക്ക് വളരെ ഉപയോഗമായി. ഇവിടുത്തെ മുഖ്യധാര ശക്തമായ സാഹിത്യ മേധാവിത്വത്തിനകത്ത് ഇടമില്ലാതിരുന്ന എല്ലാ മനുഷ്യർക്കും ഉത്തരാധുനികത ഉപയോഗമായി. എന്താ കാരണം എന്നറിയോ? ഉത്തരാധുനികതയാണ് അടിസ്ഥാനമായിട്ട് സർഗാത്മകത എന്ന മിത്തിനെ പൊളിച്ചിട്ട് തന്നത്. എൻ്റെ കല എൻ്റെ മാത്രമല്ല, എൻ്റെ ചിന്തയാണത്. ഈ ചിന്ത, എൻ്റെ പ്രവൃത്തി, ഇതിലൊക്കെ പാറ്റേൺസ് ഉണ്ട്. ഇപ്പൊ നമ്പൂതിരിയുടെ ഒരു പാറ്റേൺ എൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ വരയിലുണ്ട്. അതുപോലെ ഇവിടെ ഓരോ ആളുകളുടെ വർക്കും നമ്മൾ നോക്കിയാൽ ചിന്താ പദ്ധതികളോടുള്ള ഒന്നിലോ അതിനുള്ള പ്രതികരണം കാണാം, ഒന്നിലോ അതിന് എതിർപ്പായിരിക്കാം, അല്ലെങ്കിൽ അതിനോട് യോജിപ്പായിരിക്കാം, അതിന് ഒന്നുകൂടി മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവാം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഒരു കലാഭാഷയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാത്തിടത്തോളം നമുക്ക് ഒരിക്കലും ഈ കലയുടെ സർഗാത്മകതയ്ക്ക് ലഭിക്കുന്ന, അനന്യതയ്ക്ക് ലഭിക്കുന്ന ഈ അമിത പ്രാധാന്യവും, അതുകൊണ്ട് കലയ്ക്കുണ്ടാകുന്ന ദന്തഗോപുരത്വവും, അതുകൊണ്ട് കലയ്ക്കുണ്ടാകുന്ന മനസ്സിലാകായ്മകളും, സാമൂഹിക മൂല്യം ഇല്ലാതെ ഇരിക്കലും, അതുകൊണ്ട് കലയ്ക്കുണ്ടാകുന്ന ഒരു നഷ്ടം സംസ്കാരത്തിന്റെ രജിസ്റ്ററിൽ അതിനൊരു ഇടമില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. ഈ പ്രശ്നം പൊതുവെ കലയ്ക്ക് ഉള്ളതാണ്. അതായത് ആധുനിക കല കേരളത്തിൽ മാത്രമല്ല. ഇപ്പൊ പിക്കാസോയെ നോക്കൂ. സക്സസ് ആൻഡ് ഫെയിലിയർ ഓഫ് പിക്കാസോ എന്നുള്ള ഗ്രന്ഥത്തിൽ പീറ്റർ ബർജർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പിക്കാസോ വലിയ വിജയിയാണ്, പക്ഷേ
അദ്ദേഹം ഒരു വലിയ തോൽവിയാകുന്നത് എങ്ങനെയാണെന്നറിയോ? അദ്ദേഹം ഏലിയനേറ്റഡ് ആകുന്നു എന്നുള്ളിടത്താണ്. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു വ്യക്തി സമൂഹത്തെ പുറത്താക്കി വാതിലടച്ചിട്ട് അവനവന്റെ പുതുമയെ, അവനവന്റെ ഒറ്റയ്ക്കുള്ള ഒരു കാര്യത്തെ ആലോചിച്ചിരിക്കുമ്പോൾ അപ്പോഴും അയാൾ ചെയ്യുന്ന എക്സ്പ്രഷൻ, അത് പെയിന്റിംഗ് ആവാം, സ്കൾപ്ചറൽ ഒബ്ജക്റ്റ് ആവാം, എന്താണെങ്കിലും അതിനൊരു ലാംഗ്വേജ് ഉണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ സാമൂഹികമായി ഉണ്ടായി വന്ന ഓയിൽ പെയിന്റിങ്ങിന്റെ ഹിസ്റ്ററി, വാട്ടർ കളറിന്റെ ഹിസ്റ്ററി, ഹ്യൂമൻ ഫിഗറേഷന്റെ ഹിസ്റ്ററി, അബ്സ്ട്രാക്ഷന്റെ ഹിസ്റ്ററി ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് അപ്പോഴും അതവിടെ നിൽക്കുന്നത്. പക്ഷേ കലാകാരൻ ഒരു പോസ് വെക്കും, എന്ത്, ഞാൻ അനന്യനാണ് എന്ന്. സത്യത്തിൽ എൻ്റെ ചെറിയ പ്രായത്ത് എനിക്ക് ഏറ്റവും സന്തോഷമായിരുന്നു ഇതുപോലെ വിശ്വസിച്ച് മുന്നോട്ട് പോവാൻ. എനിക്ക് ഭയങ്കര സർഗാത്മകതയാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോയി നോക്കി. പക്ഷെ പോകുമ്പോൾ ഞാൻ സമൂഹത്തിന്റെ അത്ഭുതകരമായ റെസ്പോൺസ് കണ്ടു. അതായത് സമൂഹം, ഞാൻ ചെന്ന് നിന്നപ്പോണ്ടായ കാര്യം, എൻ്റെ ചിത്രത്തെക്കാൾ താല്പര്യപ്പെട്ടത് എന്നിലാണ് സമൂഹത്തിന്റെ താല്പര്യം. ഒരു പെൺകുട്ടി വരയ്ക്കുന്നു, ഒരു കുട്ടി വരയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്ത്രീ വരയ്ക്കുന്നു, ഇതിലൊക്കെയാണ് ആളുകളുടെ താല്പര്യം. വരച്ചത് എന്ത് ഭാഷയിൽ വരച്ചു? കലാഭാഷയിലേക്ക് നമ്മൾ ജന്മകാലം പോവില്ല. അപ്പൊ ഈ സമൂഹത്തിൽ ആവശ്യമായിട്ടുള്ളത് ഭാഷയാണ്, കലാഭാഷയാണ്. ഈ ഭാഷ മനസ്സിലാവണമെങ്കിൽ ചരിത്രപരമായി അതിനെ മനസ്സിലാക്കിയേ പറ്റൂ എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടാണ് കലയുടെ ചരിത്രം പഠിക്കാൻ പോയതും. ഇപ്പോൾ എന്നോട് ആളുകൾ പലരും ചോദിക്കും, കവിത ഇപ്പോൾ വര നിർത്തി എഴുത്തായല്ലേ എന്ന്. വരയും എഴുത്തും രണ്ട് കാര്യങ്ങളല്ല, ഇത് രണ്ടും ഒരേ കാര്യമാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മളെ മനസ്സിലാക്കുന്നതിനും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ കലാത്മകതയെ മനസ്സിലാക്കുന്നതിനും അതിനെ കുറച്ചുകൂടി ചരിത്രപരമായി വകയിരുത്തുന്നതിനും സാധിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ഈ ഏലിയനേഷൻ, ഈ അകന്ന നിപ്പ് കുറഞ്ഞു കളയും. അത് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അന്യതാബോധം, അന്യവൽക്കരണം കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ കലാചരിത്രം ഉപയോഗപ്രദമാകുന്നത്. അപ്പൊ കലാചരിത്രത്തിന്റെ ഉപയോഗം എന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്ന മൗലികതയെക്കുറിച്ചൊക്കെയുള്ള മിത്തോളജിയെ അത് പൊളിക്കുന്നു എന്നുള്ളതാണ്. ഇത് പൊളിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കലാചരിത്രകാരന്മാരെ ഒന്നും ഇഷ്ടമല്ല, കലാനിരൂപകരെ ഇഷ്ടമല്ല. നിരൂപകരെ ഇഷ്ടമില്ലാത്തതിന് ചില കാരണങ്ങൾ സത്യസന്ധമായിട്ട് വേറെ ഉണ്ടായിരിക്കാം. കാരണം ഈ ഭാഷാപരമായ പ്രക്രിയകളിൽ ഏർപ്പെടാതെ ഇയാൾ കൊള്ളില്ല, അയാൾ നല്ലതാണ് എന്ന് പറയുന്ന എഴുതുന്ന ആളുകളെ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല, ശരിയാണ്. പക്ഷേ കലയുടെ ചരിത്രപരമായ എഴുത്തിന്റെ ക്രാഫ്റ്റിനെ കുറിച്ചും, കലയുടെ ക്രാഫ്റ്റ് പോലെ തന്നെ എഴുത്തിലും ഒരു ക്രാഫ്റ്റ് ഉണ്ട്. എങ്കിലേ ഭാഷയെ മനസ്സിലാക്കാൻ പറ്റിയ, ഭാഷയിലെ അടരുകൾ പുറത്തെടുക്കാൻ പറ്റിയ അതിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ കലാഭാഷയിലെ പ്രോഗ്രാം എന്തെന്ന് തിരിച്ചറിയാനുള്ള വകുപ്പുണ്ടാവുള്ളൂ. അപ്പോൾ കലാഭാഷ കലാകാണിയെ പോലെ തന്നെ പ്രധാനമാണ്. കാണി എന്ന് പറഞ്ഞാൽ വായനക്കാരൻ. രസം എന്താന്ന് വെച്ചാൽ കാണി അത്ര നല്ല ആളായിട്ട് നമ്മുടെ സമൂഹം കണ്ടിട്ടില്ല. കാഴ്ച, നോട്ടം ആണല്ലോ. നോട്ടക്കാരൻ, ഞാനൊരു വലിയ വായനക്കാരനാണ് എന്ന് പറയും പോലെ ഞാനൊരു മികച്ച നോട്ടക്കാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എങ്ങനെയാ നോട്ടക്കാരനാ, ഞാൻ നല്ല നോട്ടക്കാരനാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞു നോട്ടാണല്ലേ എന്ന് ചോദിക്കൂല്ലേ നമ്മളോട്. നോട്ടത്തിനൊരു മഹത്വം നമ്മുടെ സമൂഹത്തിൽ സത്യത്തിൽ ലഭ്യമായിട്ടില്ല. വായനക്കാരനട്ടോ നല്ല മഹത്വമുണ്ട്. അതുകൊണ്ടാണ് വായനാമനുഷ്യന്റെ കലാചരിത്രം, കാഴ്ചയുടെ ചരിത്രം ഉണ്ടാക്കാനുള്ള ടൂള് വികസിപ്പിക്കാഞ്ഞത് എന്നാണ് ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചത്, വായനാമനുഷ്യന്റെ കലാചരിത്രത്തിൽ എഴുതിയത്. സത്യത്തിൽ വായനാമനുഷ്യനാണ്, അല്ലെങ്കിൽ വായിക്കുന്ന ഇന്റർപ്രിറ്റേറ്റീവ് ബീയിങ് ആണ് ഇവിടെ കലയെക്കുറിച്ചുള്ള, സർഗാത്മകതയെക്കുറിച്ചുള്ള മിത്തുകളെ പൊളിച്ചു തന്നത്. അതാണ് ഞാൻ കാണുന്ന കലയുടെ നവലോകത്തിലെ, നമ്മളൊക്കെ പരിചയമുള്ള നവലോകത്തിലെ പ്രധാന കാര്യം. രണ്ട്, ഈ വായനക്കാരൻ എന്ന് പറയുമ്പോൾ കാണിയെ പറ്റി പറഞ്ഞല്ലോ. 2000 മുതൽ ഇങ്ങോട്ടുള്ള കേരളത്തിൽ ഈ ബിയനാലെ പോലെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത വളരെ കാനോണിക്കലായിട്ട്, അല്ലെങ്കിൽ കലയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ സത്യത്തിൽ നല്ലതല്ലെന്ന് പറയുമെങ്കിലും കലയ്ക്ക് ആവശ്യമാണത് എന്ന് നമ്മളെ മനസ്സിലാക്കി തന്ന കുറേ സീരീസ് ഓഫ് ക്യൂറേഷൻസ് ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ 10-20 വർഷമായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ശക്തമായിട്ടുള്ള വർഗ ധ്രുവീകരണമുണ്ട്, പ്രാദേശികം നാഗരികം എന്നുള്ള ധ്രുവീകരണമുണ്ട്. നമുക്ക് പലപ്പോഴും പ്രാദേശികമായിട്ടുള്ള പല കലാകാരന്മാരെയും പ്രവർത്തനങ്ങളെയും മനസ്സിലാക്കാനുള്ള ചരിത്രപരമായ ടൂളൊന്നും ഉപയോഗിച്ചിട്ടല്ല ബീനാലെയും മറ്റും ഇവിടെ നടന്നിട്ടുള്ളത് സോഫാർ.
വളരെ കുറച്ച് മാത്രം സമീപകാലത്ത് അത്തരം ചരിത്രവൽക്കരണ പ്രക്രിയകളിലേക്കൊക്കെ കടക്കുന്നുണ്ടെന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് ഇത്രയും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ നമ്മുടെ ഇടയിലുണ്ടായ ക്യൂററ്റോറിയൽ ടേൺ എന്ന് പറയുന്നത് കാണികളെയാണ് ഉണ്ടാക്കിയത്. സത്യത്തിൽ ബിനാലേക്കോ അല്ലെങ്കിൽ ചിത്രകാരന്മാർക്കോ ഉണ്ടായിട്ടുള്ളതിനേക്കാൾ അധികം ഗുണം നമ്മളാകുന്ന കാണികൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് പക്ഷെ ബിനാലെ പോലും പറയില്ല, ബിനാലേക്കും മനസ്സിലായിട്ടില്ല അത്. കാരണം ബിനാലെ ഉടനെ ഗവൺമെന്റിൽ എഴുതി കൊടുക്കുന്നത് എന്താണെന്നറിയോ, ഞങ്ങൾ ഒരു ചരിത്രത്തിന്റെ കൾച്ചറൽ ആയിട്ടുള്ള ഏജൻസീസ് ആണെന്നൊന്നും അവർ എഴുതില്ല. അവർ പറയാ ഇത്ര സ്ഥലത്ത് ഇത്രയും ലക്ഷക്കണക്കിന് മനുഷ്യർ വന്നു, ഇത്രയും പേര് ചായ കുടിച്ചു, അതുകൊണ്ട് ഇത്രയും ലാഭമുണ്ടായി, ഈ നാട്ടിൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടായി എന്ന് എഴുതും. കാരണം വേൾഡ് ഓവർ ഇന്ന് കല നിലനിൽക്കുന്നത് പ്രത്യേകിച്ചും സയൻസും കലയും തമ്മിലുള്ള വലിയ തർക്കവും വാറും നടക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ യന്ത്രമാണ് ഇന്ന് മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ എന്നുള്ളത് കൊണ്ട് കലയെ അത് ഒരർത്ഥത്തിൽ അത് വെല്ലുവിളിക്കുന്നുണ്ട്, നമ്മുടെ ഈ മിത്തിനെ വെല്ലുവിളിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വേൾഡ് ഓവർ നമ്മൾ നോക്കിക്കോളൂ, കലയ്ക്കും സംസ്കാരത്തിനും വളരെ കുറച്ച് പങ്കേ ഭരണകൂടങ്ങൾ കൊടുക്കുന്നുള്ളൂ, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നുള്ളൂ. മറിച്ച് ഹ്യൂമാനിറ്റീസിനെ തള്ളിയിട്ട് പല സപ്പോർട്ട് സിസ്റ്റംസും ഡെവലപ്പ് ചെയ്യുന്നത് ശാസ്ത്രത്തിന് വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മളുടെ ഏറ്റവും വലിയ ആലോചന എങ്ങനെ ചൊവ്വയിൽ ജീവിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. അത്ഭുതകരമായ കൗതുകമുണ്ട്. ഇപ്പൊ എനിക്കും ഉണ്ട് ആ കൗതുകം. ചില സുഹൃത്തുക്കളെ സംസാരിക്കുമ്പോൾ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നത് ചൊവ്വയിൽ ജീവിക്കാനുള്ള ഇഷ്ടികയാണെന്ന്. ആ ഇഷ്ടിക എന്തുകൊണ്ടാണ് ഉണ്ടാക്കണമെന്നറിയോ? ഇവിടുന്ന് ബാക്ടീരിയ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് ആ ബാക്ടീരിയ ഹൈ പ്രഷർ എൻവയൺമെന്റിൽ സീറോ ഗ്രാവിറ്റിയിൽ ചെല്ലുമ്പോൾ അത് കട്ടിപിടിക്കും. ഈ കട്ടിപിടിച്ച ബാക്ടീരിയ കൊണ്ട് അതൊരു ബ്രിക്ക് പോലെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് അവിടെ വീട് പണിയാം. എങ്ങനെയുണ്ട്? ഇന്ന് നമ്മൾ ചിരിക്കും, പക്ഷെ 20 കൊല്ലം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഒട്ടും ജീവിക്കാൻ സാധ്യമല്ലാത്ത എൻവയൺമെന്റിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കേണ്ടി വരും. ഇപ്പൊ തന്നെ നമുക്ക് തോന്നുന്നില്ലേ, 50 ഡിഗ്രി ചൂടിലാണ് രാജസ്ഥാനിലൊക്കെ മനുഷ്യർ ജീവിക്കുന്നത് സമ്മറായാൽ. ഇത് 60ലേക്ക് പോയി കൂടാന്നില്ല. ജീവിതയോഗ്യമല്ലാത്ത കുറേ സ്ഥലങ്ങൾ ഈ ലോകത്ത് നമ്മുടെ ഈ ഭൂമിയിൽ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും? ഈ AC കൊണ്ടൊക്കെ എവിടെയെങ്കിലും എത്തുമോ? അത് സത്യത്തിൽ സയൻസ് ഇങ്ങനെയൊക്കെ ആലോചിക്കുകയാണ്. ജീവിക്കാൻ പറ്റാത്ത സ്ഥലത്ത് ജീവിക്കാൻ എന്താണ് പദ്ധതി? നമുക്ക് ചിലപ്പോൾ ഇനി കുറെ കാലം കഴിഞ്ഞാൽ ഒരു തരം സൂട്ടും കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കേണ്ടി വരും. ഈ യന്ത്രം നമ്മൾ പരിഹസിക്കുന്നു, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. പക്ഷെ കുഞ്ഞപ്പനെ പോലെ നമ്മൾ ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടായിക്കൂടാന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന ശാസ്ത്രത്തിൽ കലയുടെ അംശമുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, നേരത്തെ പറഞ്ഞ പോലെ കലയ്ക്ക് ഇന്ന് സംസ്കാരത്തിന്റെ രജിസ്റ്ററിൽ അല്ല അതിനെ സാധൂകരിക്കേണ്ടി വരുന്നത്. അതിനെ കലയെ സാധൂകരിക്കേണ്ടി വരുന്നത് സാമ്പത്തികമായും സർവൈവലിനെ കുറിച്ചുമുള്ള ചില ചിന്തകളുടെ ഭാഗമായിട്ടാണ്. ഇതൊരു വലിയ തോൽവിയായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് തോന്നുന്നു മധുമാഷ്ടെ ഇന്നത്തെ ഈ അവതരണം എനിക്ക് വളരെ ഇൻസൈറ്റ്ഫുൾ ആയത് ഇതുകൊണ്ടാണ്. അതായത് കലയ്ക്കകത്തുള്ള ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണം നമ്മൾ ഒരു പ്രധാന കപ്ലിംഗ്, ചരിത്രപരമായ കപ്ലിംഗ് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാ. അത് പ്രകൃതിയും മനുഷ്യനും യന്ത്രവും തമ്മിൽ ഉള്ള ഒരു തരം കപ്ലിംഗ് എന്നുള്ള വാക്ക് ഡോണ ഹാരവേ തരുന്നതാണ്, സൈബോർഗ് മാനിഫെസ്റ്റോയിലുള്ളതാണ്. ഈ 3 സംഗതികളും തമ്മിലുള്ള പരസ്പര ബന്ധത്തിൽ വരുന്ന പുതിയ റിലേഷൻസ് ആണ് സത്യത്തിൽ സൈബോർഗുകളെ നിർമ്മിക്കുന്നതെന്ന് അവർ അന്നേ പറഞ്ഞിരുന്നു. ഇതിലൊരു വ്യത്യാസം എന്താണെന്നറിയോ? നമ്മൾ പഠിച്ച ചരിത്രത്തിൽ പ്രകൃതി അപ്പുറത്തും നമ്മൾ ഇപ്പുറത്തുമാണ്. മനുഷ്യ കേന്ദ്രിതമാണ്. ഹ്യൂമനിസം മനുഷ്യ കേന്ദ്രിതമാണ്, ഹ്യൂമൻ ഇസമാണ്. അപ്പൊ പൂച്ചയും പട്ടിയും മറ്റേ പാമ്പുമൊക്കെ ജീവിക്കും പോലെ തന്നെയാണ് മനുഷ്യനും ജീവിക്കുന്നതെന്നും മനുഷ്യന്റെ അനുഭവങ്ങൾക്ക് പൂച്ചയുടെ അനുഭവവുമായിട്ട് തട്ടിച്ചു നോക്കിയിട്ട് വലിയ മേന്മയൊന്നുമില്ലെന്നും മനസ്സിലാകേണ്ടി വരുന്ന ഒരു അല്ലാത്ത അത്തരം അർജൻസിയിൽ നമ്മളെ കൊണ്ടു നിർത്തുന്ന ആന്ത്രോപോസീൻ ഇവിടെ ഉണ്ടെന്നുള്ളത് ഇന്ന് മുന്നോട്ട് വെക്കുന്നത് കലാകാരന്മാരാണ്. അപ്പോ കലയിൽ 2 തരം കാര്യങ്ങളുണ്ട്. ഒന്ന് വളരെ ട്രാൻസ്ഹ്യൂമൻ ആയിട്ടുള്ള താല്പര്യങ്ങൾ. അതായത് ഒരു ആള് ഒലേഫർ എലിയാസൺ എന്ന് പറഞ്ഞൊരാള് ഒരു വലിയ സൂര്യനെ തന്നെ ഹീലിയം ബൾബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ സൂര്യനെ ഒരു ഗാലറിയിൽ പുനഃസൃഷ്ടിച്ചു. സൂര്യനെ പിടിക്കാൻ ഒരു ചങ്ങാതി പണ്ട് കയറിയത് നമുക്ക് ഓർമ്മയുണ്ട് അല്ലേ? ഹനുമാൻ സൂര്യനെ പിടിക്കാൻ പോയി, സൂര്യനെ കൈപ്പിടിയിൽ എത്തിക്കാൻ പോയി.
ആ മിത്തിനൊക്കെ ഒരു ഭംഗിയില്ലാണ്ടായി ഇപ്പോ. കാരണം എനിക്ക് സൂര്യനെ കാണാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് സൂര്യനെ കാണിച്ചു തരാം, സൂര്യനെ ഞാൻ പിടിച്ചു തരാം എന്നാണ് ഒരു കലാകാരൻ പറഞ്ഞത്. ടേറ്റ് മോഡേൺ ഗാലറിയിലാണ് അത് നടന്നത്. വേറൊരാള് തലച്ചോറിന്റെ പിന്നീന്ന് ഒരു സൈബർ ഒരു ആന്റിന വെച്ചിട്ടുണ്ട് ഹൈപ്പോതലാമസിന്റെ സൈഡിൽ നിന്ന്. അയാൾക്ക് കിട്ടുന്ന ഗുണം എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ കാഴ്ച കളർ ബ്ലൈൻഡ് ആണ്. അതായത് കളർ കാണില്ല, ബ്ലാക്കും വൈറ്റുമേ കാണൂ. അപ്പൊ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം കാണുന്ന അയാളെ കളറില് ലോകത്തെ കാണാൻ പ്രാപ്തമാക്കുന്നത് അയാൾ കളറിൽ കണ്ണുകൊണ്ട് കണ്ടു എന്നല്ല, മറിച്ച് കണ്ണുകൊണ്ട് അയാൾ കണ്ടതിനെ കളറിൽ നമുക്ക് കാണിച്ചു തരാൻ അയാൾക്ക് പറ്റും. കാരണം അയാൾ കാണുന്ന കാഴ്ചയെ, ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ശബ്ദ തരംഗങ്ങൾ അയാളുടെ ഈ ആന്റിനയിലുണ്ട്. ഈ ശബ്ദ തരംഗങ്ങൾക്ക് കൃത്യമായ പ്രോഗ്രാം ചെയ്ത കളറ് പിന്നീട് ഇത് പുറത്ത് കാണുകയും ചെയ്യും. അപ്പോൾ ആദ്യമായി സൈബോർഗ് ആക്ടിവിസ്റ്റ് ആയിട്ട് ജീവിച്ചിരിക്കുന്ന മറ്റൊരു കഥാപാത്രം ഉണ്ട്. ആ സൈബോർഗ് ആക്ടിവിസ്റ്റ്, ഇയാളും നീൽ ഹാർബിസണും സൈബോർഗ് ആക്ടിവിസ്റ്റ് തന്നെ. ഇവരെല്ലാവരും ജീവിക്കുന്നത് യന്ത്രവുമായി സഹകരണം ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പൊ പ്രകൃതിയുമായി നമുക്ക് സഹകരണമില്ലാതെ ഇത്രയും ഹ്യൂമനിസ്റ്റ് വർഷങ്ങൾക്ക് ശേഷം ആ പ്രകൃതിയെ അകന്നു നിന്ന് നോക്കിക്കാണുന്ന ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രകൃതിയിൽ നിന്ന് അകലുകയായിരുന്നു. പ്രകൃതി ദൃശ്യത്തിന്റെ രമണീയത എന്ന് നമ്മൾ പറയുമ്പോൾ ആ രമണീയതയ്ക്ക് അപ്പുറം ആ പ്രകൃതി ദൃശ്യത്തിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ചില നമ്മുടെ സബ്ജക്റ്റീവ് റെസ്പോൺസിനപ്പുറം ആ ഒബ്ജക്റ്റ് എന്നുള്ള നിലയ്ക്ക് അതിനെ കാണാൻ പറ്റിയിട്ടുണ്ടോ? നമുക്ക് പറ്റിയിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. നമ്മൾ പക്ഷെ ഇതൊക്കെയാണ് മഹത്വമായിട്ട് കണ്ടത്. ഒരു ചെടിക്കുള്ളിൽ വെള്ളം എങ്ങനെ അനങ്ങുന്നു, ശബ്ദം കേൾക്കാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. പക്ഷെ ചെടിക്കുള്ളിൽ വെള്ളം, ഒരു ഇലയ്ക്കുള്ളിൽ വെള്ളം അനങ്ങുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കാതുകൊണ്ട് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്കൊരു ഉപകരണം ഉപയോഗിച്ചാൽ ആ വെള്ളത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ന് പറയുന്നതാണ്. പുതിയ സെൻസേഴ്സ് ഒക്കെ ഉപയോഗിച്ച് രസകരമായ ഇത്തരം സാധ്യതകൾ, മനുഷ്യ സാധ്യതയെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ട്രാൻസ്ഹ്യൂമൻ ആയിട്ടുള്ള സാധ്യതകൾ സൂര്യനെ പിടിക്കും പോലെ, കളർ ബ്ലൈൻഡ്നെസ്സിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും പോലെ മനുഷ്യന്റെ ഒരു സ്നേഹ നിർഭരമായൊരു സുഹൃത്താണ് യന്ത്രം എന്ന് കാണിക്കുന്നത് കലയാണ് എന്ന്. യന്ത്രവുമായുള്ള നമ്മുടെ ഈ വഴക്കുണ്ടല്ലോ, നമ്മുടെ ഈ പടലപ്പണക്കം, ഇത് തീർക്കുന്ന ഒരു വലിയ ഏജന്റാണ് ഇന്ന് കല ഒരു പുറത്ത്. പക്ഷേ അതിൻ്റെ അപ്പുറത്തൊരു പുറത്ത് വേറൊന്നുണ്ട്. ഈ കാര്യങ്ങൾക്കൊക്കെ വലിയ പണം വേണം. ഇത്രയും ഹീലിയം ബൾബുകൾ സ്പോൺസർ ചെയ്യാൻ ആരെങ്കിലും വേണം. ഇപ്പൊ എനിക്കും ഉണ്ട് അങ്ങനെയൊക്കെ പല ആഗ്രഹവും. പക്ഷെ ഞാനൊരു സാധനം ഒരു പ്രപ്പോസൽ കൊടുത്താൽ ഇന്ത്യ ഗവൺമെന്റ് പോയി പണി നോക്കാൻ പറയും. അത് നേരെ ശാസ്ത്രജ്ഞന് കൊടുക്കും, അല്ലേ? ശാസ്ത്രജ്ഞന്മാരാണെങ്കിലല്ലേ കൂടുതൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനുഷ്യന് ആവശ്യമുള്ള കാര്യമൊക്കെ ചെയ്യുക. ഈ കലാകാരിക്ക് കൊടുത്തിട്ട് എന്താ കാര്യം എന്ന് നമ്മുടെ ഗവൺമെന്റ് വിചാരിക്കും. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് പണമിറക്കുന്ന വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ ഇവിടെയുണ്ട്. ഇവർക്ക് എന്താ സത്യത്തിൽ ലക്ഷ്യം? ഇവരുടെ ലക്ഷ്യം നമ്മൾ ഈ കേവലമായ കൗതുകങ്ങളിൽ അഭിരമിച്ചിങ്ങനെ പോണം. അങ്ങനെ പോകുമ്പോൾ ഒരു പാരിസ്ഥിതിക സമൂഹം അല്ലെങ്കിൽ പരിസ്ഥിതി എന്ന് ഞാൻ നേരത്തെ പറയുന്നത് പ്രകൃതിയുമായി മാത്രമുള്ള ബന്ധത്തിന്റെ കാര്യമല്ല. പ്രകൃതിയും യന്ത്രവും മനുഷ്യനുമായിട്ടുള്ള പരസ്പര ബന്ധത്തെ പുനർനിർവചിക്കുന്ന ഒരു പാരിസ്ഥിതിക സമൂഹത്തിന്റെ നിർമ്മിതിക്ക് അതിന് കലാമൂല്യം ഉണ്ടെന്നൊന്നും ഇവർ പറയില്ല. ഈ പണമിറക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ഒരു പാരിസ്ഥിതിക സമൂഹം ഉണ്ടാവുകയും ഭൂമി തന്നെ സർവൈവ് ചെയ്യുകയും വേണം എന്നൊന്നുമില്ല. അപ്പൊ നമ്മൾ അനുഭവിച്ചു വരുന്ന ഈ ഹ്യൂമനിസ്റ്റ് പൊളിറ്റിക്സിൽ നമ്മൾ ഇത്രയും കാലം മുന്നോട്ട് വെച്ച രാഷ്ട്രീയം ഇന്നും നമ്മൾ മുന്നോട്ട് വെക്കുന്നു. പക്ഷേ ഇന്നത് മുന്നോട്ട് വെക്കുമ്പോൾ പുതിയ റെസ്പോൺസിബിലിറ്റീസ്, പുതിയ തരത്തിലുള്ള വളരെ ട്രാൻസ്ഹ്യൂമൻ കൗതുകങ്ങളോട് പലപ്പോഴും, അതുപോലെ ടെക്നോളജിക്കൽ ഫെറ്റിഷുകളോട്, അതിനൊക്കെ പണമിറക്കുന്ന ടെക്നോക്രാറ്റിക് ആയിട്ടുള്ള കൾച്ചറിനോട് നമ്മൾക്ക് എതിർക്കേണ്ടി വരും. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ചേക്കുട്ടി പാവ ഉണ്ടായി അല്ലേ ഒരു സമയത്ത്, ഒരു ചെറിയ പാവ. ആ പാവ എല്ലാവർക്കും കുറെ പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പ്രളയകാലത്താണ് കിട്ടിയത്. പ്രളയകാലത്ത് നമ്മുടെ നാട്ടിൽ ഉള്ള 2 കലാകാരന്മാരാണ് ചേറിൽ പൊതഞ്ഞുപോയ കുറച്ച് കൈത്തറി മുണ്ടുകൾ എടുത്ത് ഉണക്കി ഭംഗിയാക്കി പാവയാക്കി സുന്ദര വസ്തുവാക്കി കാറിൽ തൂക്കിയിടാൻ നമുക്ക് തന്നത്. സത്യത്തിൽ അത് കാണുമ്പോൾ, ചെക്കുട്ടി പാവ കാണുമ്പോൾ നമുക്കെന്ത് തോന്നും? നമ്മൾ അതിജീവിച്ചത് ഓർമ്മ വരും.
നമ്മളുടെ അതിജീവനങ്ങൾ ഓർമ്മ വരും. ഇത് ഒരു പാരിസ്ഥിതിക ബന്ധമാണ്. പരിസ്ഥിതിയിൽ നമ്മൾ പരസ്പരം ആശ്രിതരായി ജീവിക്കുന്നു, ഏലിയനേറ്റഡ് അല്ലാതെ. നേരത്തെ പറഞ്ഞ ഒരു പിക്കാസോയെ പോലെ ഏലിയനേറ്റഡ് ആകുന്ന ഒരാളായി കലാകാരന്മാർ ഇന്ന് സ്വയം കാണുന്നില്ല നമ്മളെ. അവനവനെ തന്നെ കലാകാരന്മാർ ഇന്ന് കാണുന്നത്, ബോധമുള്ള കലാകാരന്മാർ കാണുന്നത് പരസ്പര ബന്ധമുള്ള ഒരു ലോകത്തിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകളായിട്ടാണ്. ഒരുപക്ഷെ അതിൽ ഇവിടെ ഉണ്ടായ ബിനാലെ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അതിനകത്ത് വളരെ ഗ്ലോബലൈസേഷൻ്റെയും ക്യാപിറ്റലിസത്തിൻ്റെയും ഭാഗമായ അതിൻ്റെ ക്രൈസിസുകളുടെ ഭാഗമായിട്ടുള്ള ഒരു ആവിഷ്കാരമായിട്ട് കാണാം. പക്ഷേ ഇവിടെ അത് മാത്രമല്ലല്ലോ നടക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പലതരത്തിൽ ക്രിയേറ്റീവായിട്ട് പോസ്റ്റ് പാൻഡമിക് ലോകത്ത് നമ്മുടെ കലയുടെ ഭാഷ തന്നെ മാറിക്കളഞ്ഞു. ബ്രിട്ടനിൽ ഒരു മൈക്ക ബോം എന്ന് പറഞ്ഞ ഒരു സ്ത്രീ എഴുതിയിരിക്കുന്നത് ഞാൻ ഒരു ദിവസം വായിച്ചു. ഈ നഴ്സുമാർക്ക് വേണ്ടി, ഹെൽത്ത് സർവീസ് ചെയ്യുന്ന നഴ്സുമാർക്ക് വേണ്ടി കുപ്പായം തുന്നാൻ വേണ്ടിയിട്ട് തയ്യൽക്കാരൊന്നുമല്ല, ഒരു കുപ്പായം ജീവിതത്തിൽ തുന്നാത്ത മനുഷ്യന്മാര് വളണ്ടറി ആയിട്ട് കടന്നു വന്ന് ഇത് തുന്നാനുള്ള കിറ്റുകൾ അവിടുത്തെ വേറെ കിറ്റ് വിൽക്കുന്ന ആളുകൾ കൊടുത്തു. ഞാൻ എൻ്റെ സഹായം കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് മറ്റൊരു സാമ്പത്തികതയെ ആലോചിക്കുന്നു, മറ്റൊരു സാമ്പത്തിക പ്രക്രിയയെ, മറ്റൊരു സാമ്പത്തിക ബന്ധത്തെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ ഇപ്പം പറ്റാത്തത് എന്താണ്? അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പാരിസ്ഥിതിക ബോധം ഇവിടെ ഇല്ലാത്തതും, ആ പാരിസ്ഥിതിക ബോധവും ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യനും പ്രകൃതിയും യന്ത്രവുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഇവിടെ പെർമകൾച്ചർ പോലെയുള്ള കാര്യങ്ങൾ ഇപ്പം പല സ്ഥലത്തും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഫുഡ് ഫോറസ്റ്റുകൾ വലിയ എക്സ്പ്രഷൻ ഓഫ് ആർട്ടാണ്. വിവേക് വിലാസിനി എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഫുഡ് ഫോറസ്റ്റുകളുടെ ഒരു വലിയ ആളാണ്. ഇടുക്കിയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലമുള്ളത്. അപ്പം നമ്മൾ ഈ കാണുന്ന മ്യൂസിയങ്ങളും ഗാലറികളും അല്ലാതെയും അതിന് പുറത്തും ഈ മ്യൂസിയങ്ങളിലെ കെട്ടുകാഴ്ചകളായിട്ട് നമ്മൾ കാണുന്ന പല സാധനങ്ങളും നമുക്ക് സത്യത്തിൽ ഭാവിയിലേക്ക് വലിയ ഗുണമുള്ള കാര്യങ്ങളോ കലയെ സംസ്കാരത്തിൽ അടയാളപ്പെടുത്തുന്ന കാര്യങ്ങളോ ആവാറില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. വളരെ ചുരുക്കം ചിലത് മാത്രമേ ഈ ഭാവിയിലേക്ക് നമ്മളെ അടയാളപ്പെടുത്തും വിധം ഗാലറികൾക്കുള്ളിൽ കാണുന്ന കലാവസ്തുക്കളിൽ കാണുന്നുള്ളൂ. മറിച്ച് കല എന്ന് പറയുന്നതിന് വളരെ വലിപ്പത്തിൽ ആലോചിക്കുകയും അത് സയന്റിസ്റ്റുകളുമായും സോഷ്യൽ സയന്റിസ്റ്റുകളുമായും സാമൂഹിക പ്രവർത്തകരുമായും രാഷ്ട്രീയക്കാരുമായും ചിന്തകരുമായും ചരിത്രകാരന്മാരുമായും ഒക്കെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വലിയ സോഷ്യോളജിക്കൽ എന്നുള്ളതിന് പകരം പാരിസ്ഥിതികമായിട്ടുള്ളൊരു ബോധത്തിലാണ് പുതിയ കല ഇന്ന് സത്യത്തിൽ പ്രവർത്തിക്കുന്നത്. വേൾഡ് ഓവർ പ്രതിരോധ മൂല്യമുള്ള കല ഇന്ന് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ ഇതിനകത്തേക്ക് ഇപ്പം നേരത്തെ ഞാൻ വിവേക് വിലാസിനിയുടെ കാര്യം പറഞ്ഞു. എൻ്റെ പ്രായമാണ്. ഞങ്ങളൊക്കെ പഠിച്ചു വരുന്ന കാലത്ത് അദ്ദേഹം അങ്ങനെ പേഴ്സണലായിട്ട് കല പഠിക്കാനൊന്നും പോകാൻ പറ്റിയില്ല. പഠിച്ചിട്ടില്ലാത്ത ആളാണ്. കുറെ പഠിച്ചിട്ടില്ലാത്ത മനുഷ്യന്മാർ മറ്റെന്തോ പ്രവർത്തനങ്ങളിൽ നിന്ന് കലയുടെ ഈ ശേഷി കണ്ടിട്ട് ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്. മ്യൂസിയങ്ങളിലും ഗാലറികളിലും നിൽക്കാൻ മാത്രമല്ല, പലതരത്തിലുള്ള നമ്മുടെ മനസ്സാക്ഷി ഉണർത്തുന്ന നെറ്റ്വർക്കിങ്ങുകൾ, മനസ്സാക്ഷി ഉണർത്തുന്ന ഡിസൈനുകൾ, ഇങ്ങനെ പല കാര്യങ്ങളും. അപ്പം അതിൽ കലാസൃഷ്ടിക്ക് എങ്ങനെയാണ് ഒറ്റപ്പെട്ട് നിൽക്കാൻ പറ്റുക? കനായി കുഞ്ഞിരാമൻ്റെ യക്ഷി നിൽക്കും പോലെ ഇതിന് നിൽക്കാൻ പറ്റുമോ? ഇത്തരം കലാപ്രവർത്തനങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? അങ്ങനെ വരുമ്പോൾ കലാകാരന്മാരെ വിൽക്കുന്ന ഒരു പ്രക്രിയക്ക് വളരാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ഇടയിൽ കലാകാരന്മാരാവാൻ വിചാരിക്കുന്ന പലരും ഞാൻ കോളേജിലാണ് പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ 19 വർഷമായി കല എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരസ്യകലയാണ്. പരസ്യകലയാണെങ്കിൽ നമുക്ക് പഠിച്ചിറങ്ങുമ്പോൾ 4ാമത്തെ കൊല്ലം കഴിഞ്ഞ് 5ാമത്തെ കൊല്ലം ജോലി കിട്ടും. അത് ഉദ്ദേശിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് അച്ഛനമ്മമാർ എന്നാ കല നീ പഠിക്കാൻ പോ എന്ന് പറയുന്നത്. 20 കൊല്ലം മുമ്പ് ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം വീടുകളിൽ നിന്ന് പോലും കിട്ടാറില്ല. ഇപ്പോഴും വീടുകളിൽ നിന്ന് അത് കല പഠിക്കാൻ ഇപ്പോഴും നമുക്ക് അയിത്തമുണ്ട്, സമ്മതിച്ചു. പക്ഷെ വലിയൊരു അളവോളം നമ്മളുടെ ആളുകളുടെ വിചാരം കലയ്ക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള വ്യാപാര മൂല്യമാണ് അവരുടെ വലിയ ആകർഷണം. പക്ഷെ അങ്ങനെ ആകർഷിക്കപ്പെട്ടാലും വേണ്ടില്ല, ആളുകൾ ഈ കല പഠിക്കാൻ വരുമ്പോൾ ഞാൻ നേരത്തെ പറയും പോലെ സർഗാത്മകതയുടെ മിത്തോളജിയൊക്കെ പൊട്ടി പോവുകയും മികച്ച കല എന്ന് പറയുന്നത് മികച്ച സാമൂഹിക ബന്ധത്തിന്റെ കൂടി ഉറവിടം ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുകയും ഇൻഡിവിജ്വലായിട്ട് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്ന പ്രക്രിയയിൽ പോലും അതിശക്തമായൊരു സമൂഹം പ്രവർത്തിക്കുന്നു
എന്ന് കലാകാരന്മാർ മനസ്സിലാക്കുകയും ചെയ്യും. അതിനാണ് ഇന്ന് കലാവിദ്യാഭ്യാസം കൊണ്ടുള്ള ഉപയോഗം. അല്ലാത്തിടത്തോളം നമ്മൾ കലയെ ജോലി കിട്ടുന്ന ഡിസൈനിൽ ജോലി കിട്ടുന്ന ആൾക്കാരെ പുറപ്പെടുവിക്കാനുള്ള ഒരു യാന്ത്രികമായ സ്ഥലമായിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കാണുന്നില്ല. പക്ഷേ അങ്ങനെ കാണാൻ പ്രേരിപ്പിക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മളെയൊക്കെ വിഴുങ്ങാൻ വേണ്ടി നിൽക്കുന്നുമുണ്ട്. അതിൽ നിന്ന് ഇപ്പം മാറി നിൽക്കുന്ന 2-3 കാര്യങ്ങൾ: ഒന്ന് എഞ്ചിനീയറിംഗ് കോളേജുകൾ, 2 ഫൈൻ ആർട്സ് കോളേജ് ഇപ്പോഴും കേരളത്തിൽ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്തേക്ക് കയറിയിട്ടില്ല. പക്ഷെ ഇനി കയറാതെ പറ്റാത്ത പോലെയാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലെങ്കിലേ മാർജിനലൈസ്ഡ്. നമ്മളോട് ചോദിക്കുന്നത് BFA അതെന്ത് കോഴ്സാ, നഴ്സുമാരെയാണോ ഉണ്ടാക്കുന്നത് നിങ്ങൾ എന്ന് ചോദിക്കുന്ന, BSc നഴ്സിംഗ് ആണോ, BSc അത് ഫൈനാൻസ് അല്ലേ എന്ന് ചോദിക്കും. ഫൈൻ ആർട്സ് എന്ന് ഇതുവരെ മനുഷ്യന്മാർ നേരെ ഉച്ചരിക്കുന്നത് ഞാൻ കേൾക്കാറില്ല. ഈവൻ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പോലും ഒരു വലിയ അളവോളം. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് വേറൊരു വലിയ വ്യത്യാസം, സമൂഹം ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ പോണത്. പെൺകുട്ടികൾ കല പഠിക്കാൻ വരുന്നത് 2005 ഞാൻ ചെല്ലുമ്പോൾ 2 പെൺകുട്ടികൾ കണ്ടാൽ ഭാഗ്യം ആയിരുന്നു. പക്ഷേ 2013-14 എത്തുമ്പോഴേക്കും ഈ ബിനാലെയൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള എന്താ പറയുക, വാഴ നനയുമ്പോൾ ചീര നനയുന്നുള്ള മട്ടിൽ കുറെ ഗുണങ്ങൾ. പെൺകുട്ടികൾക്ക് കല പഠിക്കണമെന്ന് പറയുമ്പോൾ അയ്യേ നീ അവിടെ നിന്ന് പോയി വല്ല കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കണ്ട, ആമ്പിള്ളേരെ കൊണ്ട് വരണ്ട, ജീവിതം ചീത്തയായി പോണ്ട. എൻ്റെ കാലത്തൊക്കെ അതായിരുന്നു ആയുധം. ഇപ്പം അങ്ങനെ ഒരു ആയുധം വീട്ടുകാർ പ്രയോഗിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം, പെൺകുട്ടികൾ പലരും കടന്നു വരുന്നത് അതിൽ തന്നെ ഞാൻ നോക്കിയിട്ട് അതിനകത്ത് കുറേ പലതരം വർഗ ജാതി ബന്ധത്തിന്റെ ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ പെൺകുട്ടികളെ പറഞ്ഞേക്കുന്ന കാര്യത്തിലും. അത് വേറെ കാര്യം. പക്ഷേ ഈ പെൺകുട്ടികൾ കടന്നു വരുമ്പോൾ അവരുടെ കലാഭാഷയെ നിർമ്മിക്കുന്ന കാര്യത്തിലും വലിയൊരു പ്രഷർ ഇന്ന് ഈ പറയുന്ന ടെക്നോ ഫെറ്റിഷിസ്റ്റിക് ആയിട്ടുള്ള മ്യൂസിയം, ഗാലറി, ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ്റെതായിട്ടുള്ള ഒരു തലം കൊണ്ടുപോകുന്നുണ്ട് അവരുടെ വലിയൊരു ബൗദ്ധികമായിട്ടുള്ള ഊർജത്തെ. അതുകൊണ്ട് തന്നെ ഞാൻ അവസാനം പറഞ്ഞു നിർത്തുന്നത്, ഇന്ന് എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളത് കലാഭാഷയുടെ തലത്തിൽ നമ്മൾ കലാകാരികളുടെ ഒരു ചരിത്രം നോക്കുമ്പോൾ, അത് അങ്ങനെ നോക്കുമ്പോൾ, കലാഭാഷാപരമായി നോക്കുമ്പോൾ സർഗാത്മകതയുടെ മിത്തോളജിയെ പൊട്ടിച്ചവർ സ്ത്രീകൾ തന്നെയാണ്. കാരണം നമ്മുടെ TK പത്മിനിയെ കുറിച്ച് അവസാനം നമ്മൾക്ക് കഴിഞ്ഞ 1990 എത്തിയപ്പോൾ ഇവിടുത്തെ ബൗദ്ധിക സാഹിത്യ മേൽക്കോയ്മ ഉള്ള മനുഷ്യന്മാർക്ക് ഒരു പെണ്ണ് കലാകാരിയായിട്ടില്ലെങ്കിൽ നമ്മുടെ സാഹിത്യ മണ്ഡലം എങ്ങനെ വിരാജിക്കും എന്ന് ഓർത്തുകൊണ്ട് TK പത്മിനി എന്നൊരു വിഗ്രഹത്തെ ഉണ്ടാക്കി സന്തോഷം സായുജ്യമടഞ്ഞു. എന്നിട്ട് അവരെന്താണ് അതേക്കുറിച്ച് എഴുതിയത്? അവരെ പഠിക്കാൻ വിട്ടു, അവർക്ക് വലിയ പുരോഗമനപരമായ ഞങ്ങളുടെ ഔദാര്യം നിമിത്തം അവർ മദ്രാസ് സ്കൂളിൽ പഠിച്ചു, അവർ വളരെ ആരോടും മിണ്ടാത്ത ഒരു പഞ്ചപാവം സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞു. പാവം പ്രസവത്തിൽ മരിച്ചും പോയല്ലോ എന്നും പറഞ്ഞു സന്തോഷമായി കുറിപ്പിട്ട് അവസാനിച്ചു. സന്തോഷമല്ല, കുറച്ച് ദുഃഖത്തോടെയും കുറിപ്പിട്ട് അവസാനിച്ചു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്മിനിയുടെ പെയിന്റിങ്ങിൽ ആരൊക്കെ നോക്കി? വളരെ ചുരുക്കം ആളുകളെ പത്മിനിയുടെ പെയിന്റിംഗ് നോക്കിയുള്ളൂ. അപ്പോഴും നമുക്ക് തോന്നി പത്മിനി വരച്ചത് പൊന്നാനിയാണ് എന്ന് എഴുതുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പത്മിനി വരച്ചത് പൊന്നാനിയാണെന്നുള്ളതിന് എന്താണ് ആ ചിത്രങ്ങളിൽ ഒരു തെളിവ്? സത്യത്തിൽ പത്മിനി വരച്ചത് മറ്റൊരു സിവിൽ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ആംഗ്യമാണെന്നാണ് എൻ്റെ ഒരു വായന. ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടാന്ന് എനിക്കറിയില്ല, ബോധ്യപ്പെടണം നിർബന്ധമില്ല, കാരണം ഓരോരുത്തർക്കും സ്വന്തം വായനയാണ്, അത് വേറെ കാര്യം. പക്ഷേ ഒന്ന് നന്നായി നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും, പത്മിനി റിയലിസ്റ്റിക് ആയിട്ട് ഒന്നും വരച്ചിട്ടില്ല. പത്മിനിയുടെ ചിത്രങ്ങളിലുള്ള ഒരു സ്ത്രീയും പുരുഷനും ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർവാഭരണ വിഭൂഷിതരും വസ്ത്രധാരികളുമായിട്ട് ഒന്നും ഇരിക്കുന്നില്ല. ആണ് പെണ്ണ്, 2 ആണും ഒരു പെണ്ണും, 2 പെണ്ണും കഴിഞ്ഞു, 3 ആണും, ഇത്രയ്ക്കേ കാണുള്ളൂ. ഒരു നദിയുടെ തീരത്ത്, ആ നദിയിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു തവള, ഒരു ബബിൾ, ഒരു വെള്ളത്തുള്ളി, അങ്ങനെ പലതും കാണും അതിൽ. ഒരു നദിയൊക്കെ എന്ത് രസമായിട്ടാണ് തവള ഒഴുകി പോകുന്ന സ്ഥലമായിട്ട് പത്മിനി ചെയ്യുന്നത്. ഒരു ജൈവ ആവാസ പ്രക്രിയയുടെ ഭാഗമാണ് ഈ പത്മിനിയുടെ ലാൻഡ്സ്കേപ്പ്. അതൊരു പൊന്നാനിയല്ല, അതൊരു ദേശമല്ല. കാരണം ഒരു ദേശത്തോടും ഒരു സ്ത്രീകൾക്കും അക്കാലത്ത്, ഇന്ന് വ്യത്യാസമുണ്ട്, പക്ഷെ അക്കാലത്ത് ഒരു ദേശത്തോടും നിങ്ങൾക്ക് ബിലോങ്ങിങ്നെസ് തോന്നാനുള്ള ഒന്നുമില്ല. കാരണം ആ ദേശമല്ല അവരുണ്ടാക്കുന്നത്. സത്യത്തിൽ
അവരെ ഉണ്ടാക്കുന്നത് അവരുടെ ബൗദ്ധികമായിട്ടുള്ള ഒരു ചിന്താ പദ്ധതി എന്ന് മാത്രം പറയാം. ഇനി ആ ചിന്താ പദ്ധതി അത്രമേൽ ഒറ്റപ്പെട്ടതാണെന്ന് ഞാൻ പറയില്ല. അതിനകത്ത് ശക്തമായി ഒരു ഓയിൽ പെയിന്റിങ് എണ്ണ കൂട്ടിയെടുക്കുന്ന ഒരു പെയിന്റർലി ആയിട്ടുള്ള പ്രതലമുണ്ട്, വിച്ച് ഹാസ് ഇറ്റ്സ് ഹിസ്റ്ററി. അതിനകത്ത് ധാരാളം ജോമെട്രിക് ആയിട്ടുള്ള ചില എന്ന് പറയാവുന്ന ചില ഘടകങ്ങളൊക്കെ കോമ്പോസിഷനിലുണ്ട്. അത് ഒരുപക്ഷെ പത്മിനിക്ക് പണിക്കരുന്ന് കിട്ടിയതായിരിക്കാം, ഗുരുനാഥനായിട്ടുള്ള. അതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഈ ഘടകങ്ങളെല്ലാം ചേർന്നതും അതിനകത്ത് ശക്തമായ ആന്റി റിയലിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രതലം ഉൾക്കൊള്ളുന്നതുമാണ് പത്മിനിയുടെ ചിത്രങ്ങൾ. അതുപോലെ ഇനി ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ 2 ഉദാഹരണം കൂടി പറയാം. നമ്മുടെ ഇടയിൽ കനൈ കുഞ്ഞിരാമന്റെ യക്ഷി കാണാത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെയൊക്കെ പ്രായമുള്ള ചിത്ര EG എന്ന് പറയുന്ന ഒരു ശില്പി ഇത്രയും വലിയ സ്കെയിലിൽ ശില്പങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇടയിൽ ഇപ്പോൾ. പക്ഷേ കനായി വരച്ച പെണ്ണല്ല ചിത്ര സ്കൾപ്റ്റ് ചെയ്ത പെണ്ണ്, കനായി ശില്പം ചെയ്ത പെണ്ണല്ല ചിത്രശില്പം ചെയ്ത പെണ്ണ്. ജീവിതത്തിന്റെ വടു മുഴുവനുള്ള വേദനാനിർഭരമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നമുക്കൊക്കെ ഇടയിൽ കാണുന്ന, എന്നാൽ അതേസമയം പ്രാചീനമായിട്ടുള്ള എന്തോ എക്കോസ് ഉള്ള ഒരു മുഖം നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം എന്ന് കാണും. ഒരു മുഖം കൊണ്ട് കാണിക്കാം. അത് ഒരു സെക്ഷുവലൈസ്ഡ് ബോഡി കൊണ്ട് മാത്രമേ ഒരു സ്ത്രീയെ കാണാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരു പുരുഷന്റെ കാഴ്ച മാത്രമാണ്. പക്ഷെ ഒരു സ്ത്രീ ആയിട്ടുള്ള ശില്പിക്ക് ഈ സെക്ഷുവലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ എലമെന്റുകളെയും തട്ടിക്കളഞ്ഞ് മനുഷ്യൻ്റെതായിട്ടുള്ള എലമെന്റ് ഉണ്ടാക്കി കൊണ്ടുവന്ന് ബാക്കിലെ തലമുടിക്ക് പകരം തലമുടി പോയ പോക്ക് മുഴുവനും ഒരു നട്ടെല്ലിന്റെ ഫോം, കശേരുക്കളുടെ ഫോം ആയിട്ട് ചെയ്ത് മാറ്റാൻ പറ്റിയ ഒരാളാണ് ചിത്ര. അപ്പൊ ചിത്രയുടെ ഭാഷയെ നമ്മളെങ്ങനെ കാണണം? മോണ്യുമെന്റൽ സ്കെയിൽ എന്ന് പറഞ്ഞ ഭാഷയെ സ്ത്രീ മാറ്റിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ കുറെ ആലോചനകളുണ്ട്. ഇതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കലാകാരികളുടെ ചിത്രഭാഷയെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, കലാകാരികൾക്ക് സ്വന്തമായിട്ട് ചരിത്രമൊന്നും ഇല്ലെങ്കിലും ഉള്ള ചരിത്രത്തിന്റെ ഉള്ള ചിന്തയിലെ ചില ഘടകങ്ങൾ എടുത്തിട്ട് അവരതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സോ ആരും തന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്നില്ലെന്നും ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്നില്ലെന്ന തോന്നലാണ് ഒരു പാരിസ്ഥിതിക ബന്ധത്തെ നമ്മുടെ ഉള്ളിൽ ഊട്ടി ഉറപ്പിക്കുന്നത്. അതിനകത്താണ് ഇന്ന് പുതിയ കല ഉണ്ടാകേണ്ടത്. അതിന്ന് ഉണ്ടാക്കുന്നത് ഇന്ന് വായിക്കാൻ കഴിയുന്ന കാണികളാണ്, അതുപോലെ കലാകാരികളാണ്. ഇത്രയും കാലം ഈ പുരുഷാധിപത്യപരമായ ലോകത്ത് ഇടം കിട്ടാത്ത ധാരാളം മനുഷ്യരാണ്. അങ്ങനെ പറയുമ്പോൾ ആണുങ്ങൾ ഇവിടെ ഒന്നും പുതിയ മാറ്റം കൊണ്ടുവരണില്ലേ എന്നൊന്നും പറയുന്നില്ല, ഇതിനർത്ഥമാക്കുന്നില്ല. മറിച്ച് നമുക്ക് കലാകാരിയുടെ തിരിച്ചറിവിൽ വർക്ക് ചെയ്യുന്ന ധാരാളം പേര് ആണുങ്ങളായിട്ട് തന്നെ ഇവിടെയുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ വിവേക് വിലാസിനിയുടെ ബോധം കുറെയൊക്കെ ഒരു പുറത്ത് അങ്ങനെയാണ്. എല്ലാവരും ഒരുപോലെ. ഇപ്പൊ എൻ്റെ ഉള്ളിൽ എത്രയോ പുരുഷനുണ്ട്, എൻ്റെ ഉള്ളിൽ അതിശക്തമായൊരു പുരുഷനുണ്ട്. കാരണം അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ആർട്ട് ഹിസ്റ്ററി ഒരു ടൂളാണെന്ന് മനസ്സിലാവില്ല. ഇനി ആ ടൂളിൻ്റെ അകത്ത് കയറുമ്പോൾ ഞാൻ ഇത്ര സുഖിച്ച് ജീവിച്ചിരുന്ന എൻ്റെ സുന്ദരമായ കലാകാരിത്വം ഒക്കെ ഉടച്ച് പപ്പടമാക്കിയിട്ട് വേണം ഇതിനകത്തേക്ക് കയറാൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമുണ്ടാവില്ല അതിൽ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ജെൻഡേർഡ്നെസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഫ്ലൂയിഡിറ്റി നമുക്കുണ്ട്. അപ്പം കലാകാരിയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ കലാകാരിയുടെ വംശാവലി എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ ഡിജിറ്റൽ ലോകത്ത് അഡാ ലവ്ലേസിനെ പോലുള്ള ഒരു സ്ത്രീ നമുക്കുണ്ട്. അതായത് ഇപ്പൊ ഡിജിറ്റൽ ലോകത്ത് നിങ്ങൾ നോക്കൂ, ഇഷ്ടം പോലെ IT എഞ്ചിനീയേഴ്സ് സ്ത്രീകളല്ലേ. ഈ പോസ്റ്റ് മോഡേൺ കണ്ടീഷനിൻ്റെ അകത്ത് അതിനുശേഷം വന്നിട്ടുള്ള ഒരു ഗ്ലോബലൈസേഷൻ ശരിക്കും ക്യാപിറ്റലിസത്തിന്റെ ഒരു വലിയ സോഷ്യൽ പ്രൊഡക്ഷൻ ക്രൈസിസ് ആണ് ഉണ്ടാക്കിയത്. ജോലി ചെയ്യാൻ ആൾക്കാർ തികയുന്നില്ല, അപ്പൊ സ്ത്രീകൾ കയറിയതാ. അതും IT ജോലിയിൽ ഇപ്പൊ ആൾക്കാർ തികഞ്ഞതുകൊണ്ട്, ആണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും അവർ ചെല്ലുന്നതുമായിട്ടുള്ള വലിയ ജോലി ആയതുകൊണ്ട് അതിനകത്ത് സ്ത്രീകളെ കഴിയുന്നതും ഒഴിവാക്കി നിർത്തുകയും കെയർ ഇക്കോണമിയിൽ സ്ത്രീകൾ അനവധി പേര് വരികയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ പൊതുവിടത്തിൽ നമ്മുടെ പൊതുവിടം പെട്ടെന്ന് മാറിയിട്ടുണ്ട് കഴിഞ്ഞ 20 കൊല്ലത്തിനുള്ളിൽ. ഈ പൊതുവിട മാറ്റം നമ്മുടെ ശ്രീജാപ്പള്ളം പോലെയുള്ള ഒരു ചിത്രകാരി ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട്. തൊഴിലാളി സ്ത്രീ എന്ന് വെച്ചാൽ എന്താണ്? ഒറ്റപ്പെട്ട ഓരോ തൊഴിലാളികളാണ്. ഇവർക്കൊന്നും വർഗബോധം, വർഗ സമരത്തിൽ പങ്കെടുക്കുന്ന തൊഴിലാളി എന്ന് പറയുന്ന പണ്ട് പീഡിത്തൊഴിലാളികളുടെ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീയുടെ പോലെ അല്ല ഇന്നൊരു ശുചീകരണ തൊഴിലാളിയായ സ്ത്രീ നിൽക്കുന്നത്. ഇങ്ങനെ നമ്മളുടെ മാറിയ തൊഴിലാളി വർഗ സമീപനങ്ങൾ മാറേണ്ടതുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന
കെയർ ഇക്കോണമിയിൽ പണിയെടുക്കുന്ന സ്ത്രീകളുണ്ട്, ആ മാറുന്ന സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ കാണുന്ന ചിത്രകാരികൾ ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഒരു ആവാസ വ്യവസ്ഥയാണ് ഇന്നത്തെ മാറുന്ന കലയുടെ നവലോകം. അത് ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാത്ത കാര്യങ്ങൾ, ഇപ്പോൾ സൈബോർഗ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള നീൽ ഹാർബിസനും ശ്രീജ പള്ളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇവർ രണ്ട് അധികാര ഘടനകളിലാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറുന്ന കലാലോകത്തിന്റെ രണ്ട് മുഖങ്ങളിൽ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു പ്രക്രിയയിൽ ഒരു മനസ്സ് സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഓരോരുത്തരും ഓരോ രീതിയിൽ പ്രവർത്തിക്കുന്നു. അത് പ്രവർത്തിക്കാത്തിടത്തോളം, അത് പ്രവർത്തിക്കാത്ത കല, അതിനുപയോഗമല്ലാത്ത കല കാലത്തിനൊത്ത കലയാകുന്നില്ല എന്നേ പറയാൻ പറ്റൂ. ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മാത്രം കാലത്തിനൊത്ത കലയുണ്ടാവില്ല. ടെക്നോളജി ഉപയോഗിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഈ കാലത്തിന്റെ കലയാകാതിരിക്കുകയുമില്ല. ഇതൊക്കെ നമ്മുടെ മുൻവിധികളാണ്. ഈ പ്രൈഡ് ആൻഡ് പ്രിജുഡിസസ് നമുക്ക് മാറ്റി എടുക്കേണ്ടതുണ്ട് ഇനിയുള്ള കാലത്ത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഒരു കലാവസ്തുവിന്റെ അർത്ഥം ചെറിയൊരു വൃത്തത്തിൽ ഒതുക്കാൻ പറ്റുന്നതല്ലെന്നും അത് തുറന്നിടുന്ന ഒരു വളരെ വിശാലമായ സംവാദ മണ്ഡലങ്ങളെ കുറിച്ച് ടീച്ചർ വളരെ വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ജ്ഞാനവ്യവസ്ഥകളെയും പോലെ കലയും പലതരത്തിൽ ഇന്റർ കണക്റ്റഡായി നിലനിൽക്കുന്നത് എന്നൊക്കെ ടീച്ചർ വളരെ കാര്യമായി തന്നെ പറഞ്ഞു. ഇതിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പെട്ടെന്ന് അതിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഈ വൈകിയ വേളയിൽ സംശയങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നു. ഈ സെഷൻ അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ? കലയുടെ നവലോകം ഈ സെഷന് നന്ദി അർപ്പിക്കാൻ വേണ്ടി ശ്രീ അഭിനന്ദ് ജെ മാധവനെ ക്ഷണിക്കുന്നു. കലയുടെ നവലോകം എന്ന വിഷയത്തിൽ മനോഹരമായ ഒരു സെഷൻ അവതരിപ്പിച്ച ശ്രീമതി കവിതാ ബാലകൃഷ്ണൻ മാഡത്തിനും മോഡറേറ്ററായിട്ടുള്ള ഡോക്ടർ അപർണ മാഡത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു.